അടുത്തിടയ്ക്ക് കേരളം കണ്ട വളരെ വിവാദമായ അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു സംഭവമായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള KUC പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ സമരം. അവിടെ നിരവധി ഉദ്ഘാടന ചടങ്ങുകൾക്കായിട്ട് എത്തിയതായിരുന്നു മന്ത്രി. അതിനുശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി വന്ദേ ഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനായിരുന്നു മന്ത്രിയുടെ നീക്കം. അങ്ങനെ ഏതാണ്ട് വൈകിട്ട് 3:15 കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന മന്ത്രിക്ക് നേരെ ഏതാണ്ട് 3-4 KUC പ്രവർത്തകർ കരിക്കൊടിയുമായിട്ട് ചാടി ചെന്ന് മന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക്, ഒരു സമരമുറയിലേക്ക് കോൺഗ്രസിനെ അല്ലെങ്കിൽ KUC പ്രവർത്തകരെ നയിച്ചത് ആരോഗ്യ മേഖലയിലെ പിടിപ്പുകേടുകളാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു ഉഷ എന്ന് പറയുന്ന വീട്ടമ്മയുടെ വയറ്റിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന 5 വർഷം മുമ്പ് നടന്ന ശസ്ത്രക്രിയയിൽ ഒരു കത്രിക മറന്നുവെച്ച ഒരു സംഭവം ആ ഇടയ്ക്ക് പുറത്തു വന്നു, ആ വാർത്ത പുറത്തു വന്നു. അതിനെ തുടർന്ന് ഇക്കാലം അത്രയും വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ അങ്ങേറ്റത്തെ ദുർഭരണത്തിനെതിരെ അല്ലെങ്കിൽ ആ വകുപ്പിനെ തകർത്ത ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് KUC പ്രവർത്തകർ നടത്തിയത്. കരിങ്കൊടി വീശിക്കൊണ്ട് അവര് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അതിന് പിന്നാലെ അവിടെ മന്ത്രി ക്രിയേറ്റ് ചെയ്തൊരു നാടകം അത് വലിയ രീതിയിൽ വിവാദമാവുകയും സംസ്ഥാന വ്യാപകമായിട്ട് CPM-ന്റെ ഗുണ്ടകൾ സമരവുമായിട്ട് അല്ലെങ്കിൽ അക്രമവുമായിട്ട് തെരുവിലിറങ്ങുന്നതിനും കാരണമായി മാറിയ ഒന്നാണ്. തന്റെ കഴുത്തിന് പരിക്കു പറ്റിയെന്നും KUC പ്രവർത്തകർ തന്നെ ആക്രമിച്ചുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി ഉടൻ തന്നെ ഒരു നാടകം കളിക്കുകയും അവിടെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയും ഒക്കെ ചെയ്തു. കഴുത്തിൽ കോളറൊക്കെ ഇട്ടുകൊണ്ട് മന്ത്രി പിന്നീട് ആരും അറിയാതെ തന്നെ പത്തനംതിട്ട വീട്ടിലേക്ക് പോകുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ വിഷയം വലിയ വിവാദമാക്കുന്നതിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്പീക്കർ AN ഷംസീറിനും എല്ലാം തന്നെ വലിയ പങ്കുണ്ട്. ആ നാടകത്തിലെ പ്രധാനപ്പെട്ട റോളുകൾ കളിച്ചവരാണ് ഇവരെല്ലാവരും തന്നെ. അത്തരത്തിൽ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു എന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും സ്പീക്കറും പറഞ്ഞതിന് പിന്നാലെ CPM-ന്റെ ഗുണ്ടകൾ സംസ്ഥാന വ്യാപകമായിട്ട് തെരുവിലിറങ്ങി കോൺഗ്രസിന്റെ ഓഫീസുകൾ ഉൾപ്പെടെ തകർക്കുകയും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കുന്ന തരത്തിൽ ഒരു അക്രമത്തിലേക്ക് തള്ളിവിടുന്ന മന്ത്രിയെയും പാർട്ടി നേതാക്കളെയുമാണ് നമ്മൾ കണ്ടത്. ആ വിഷയത്തിൽ മന്ത്രിയുടെ ഗൺമാന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ KUC പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പിന്നീട് കേസ് റെയിൽവേ പോലീസിന് കൈമാറി. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവമായതുകൊണ്ട് റെയിൽവേ പോലീസിന് ആ കേസ് കൈമാറി. 5ഓളം KUC പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് ജയിലിൽ അടച്ചു. കഴിഞ്ഞ ദിവസം KUC പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയെന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്. ജാമ്യം കിട്ടിയതല്ല അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർക്കെതിരെ ചുമത്തിയിരുന്നത് കൊലക്കുറ്റമായിരുന്നു. ആയുധം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിയെ ആക്രമിച്ചു, കൊലപ്പെടുത്താൻ ശ്രമം നടത്തി. കൊലപാതക ശ്രമത്തിനാണ് ഈ 5 പേർക്കെതിരെയും കേസെടുത്തത്. അങ്ങനെയാണ് ജാമ്യമില്ലാ കുറ്റമായി മാറുകയും അവർക്ക് കോടതി സ്വാഭാവിക ജാമ്യം നിഷേധിച്ച് ജയിലിലടക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അതിനിടയ്ക്ക് അവർ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും തള്ളിക്കളഞ്ഞു. ഇന്നലെ സെഷൻസ് കോടതിയാണ് ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയത്. ആ ജാമ്യം നൽകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കോടതി ഉത്തരവിനകത്ത് പറയുന്നത്, ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ പോലീസ് ഉന്നയിക്കുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണമാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ KUC പ്രവർത്തകരുടെ ആയുധം കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല 3:15 നടക്കുന്ന ഒരു സംഭവത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം 7 മണിക്കൂറിന് ശേഷം ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. പോലീസിന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു. കൂടാതെ പ്രതികളെ ആ സമയത്ത് തന്നെ കൈയോടെ പിടികൂടിയെങ്കിലും പ്രതികളുടെ കയ്യിൽ നിന്നും ഒരു തരത്തിലുള്ള ആയുധങ്ങളും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആയുധങ്ങളുമായിട്ടുള്ള ഒരു അക്രമം എന്നുള്ള പോലീസിന്റെ വാദം നിൽക്കുന്നില്ല. മാത്രവുമല്ല ഈ പറയുന്നത് പോലെ സാക്ഷികളായിട്ടുള്ള പോലീസിന്റെ മൊഴി റെയിൽവേ പോലീസ് എടുത്തു. അതിൽ ആ പോലീസുകാരൊക്കെ തന്നെ പറയുന്നത് KUC പ്രവർത്തകരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നില്ല, മറിച്ച് അവരുടെ കയ്യിൽ കരിങ്കൊടി മാത്രമേ, കറുത്ത തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വളരെ നിർണായകമായിട്ടുള്ള മൊഴിയാണ് ഈ പോലീസുകാരെല്ലാം തന്നെ റെയിൽവേ പോലീസിന് നൽകിയിരിക്കുന്നത്. ആ മൊഴിയും ഇതിന്റെ കോടതിയുടെ മുൻപിലെത്തി. അപ്പോൾ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ KUC പ്രവർത്തകർക്ക് കോടതി ജാമ്യം നൽകിയത്. അപ്പോൾ പോലീസ് ഈ KUC പ്രവർത്തകർക്കെതിരെ ചമച്ച കൊലപാതക ശ്രമത്തിനുൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയ കേസ് അത് വലിയ രീതിയിൽ 8 നിലയിൽ പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പോലീസിന് തന്നെ തങ്ങളുടെ വാദം വിഴുങ്ങേണ്ടി വന്ന അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടി വന്ന ഒരു ഗതികെട്ട സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. പോലീസ് തന്നെ പറയുകയാണ്, KUC പ്രവർത്തകർ ആയുധം കൊണ്ട് മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല, അവരുടെ കയ്യിൽ കരിങ്കൊടി മാത്രമാണ്, കറുത്ത തുണി മാത്രമാണ് ഉണ്ടായിരുന്നത്, വേറെ ഒരു ആയുധവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഒരു വടി പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന
വളരെ സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള മൊഴിയാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ ഇതോടുകൂടി CPM-ന്റെ ആ ഒരു നാടകം, ഒരു നരേഷൻ അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ഒരു നാടകം, വലിയ നാടകം, തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്, പൊതുസമൂഹത്തോട് പറഞ്ഞത്. അത്തരത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള അഭിലാഷ് പോലീസിൽ പരാതി കൊടുത്തത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ KUC പ്രവർത്തകർ ഒരു തരത്തിലുള്ള ആയുധവും അവരുടെ കയ്യിൽ വെച്ചിരുന്നില്ല, അത്തരത്തിലുള്ള ഒരു അക്രമവും അവിടെ നടന്നില്ല. KUC പ്രവർത്തകരുടെ ഒരു വിരൽ പോലും മന്ത്രിയുടെ ദേഹത്ത് കൊണ്ടിട്ടില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അപ്പോൾ ആ KUC പ്രവർത്തകരെ കൊടുക്കാനായിട്ട് തട്ടിക്കൂട്ടിയ, തയ്യാറാക്കിയ ആ തിരക്കഥയും നാടകവും എല്ലാം പൊളിഞ്ഞു. ആ കേസ് തന്നെ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ മന്ത്രിക്ക് വേണ്ടിയിട്ട് പോലീസ്, അല്ലെങ്കിൽ സ്വന്തം പോലീസിനെ കൊണ്ട് മുഖ്യമന്ത്രി തന്നെ വലിയൊരു കള്ളക്കഥ മെനഞ്ഞ് ഒരു കള്ളക്കേസ് KUC പ്രവർത്തകർക്കെതിരെ എടുപ്പിക്കുകയായിരുന്നു എന്നത് ഇന്നലെ കോടതിയിൽ തെളിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർക്കാരിനും മന്ത്രിക്കും CPM-നും എല്ലാം തന്നെ വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് എന്നതും അങ്ങേയറ്റം പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെയാണ് ഇത്തരത്തിലൊരു കള്ളക്കേസ്, കൊലപാതക ശ്രമം ചുമത്തി KUC പ്രവർത്തകർക്കെതിരെ എടുത്തത്. അതേ പോലീസിന് തന്നെ ഈ പറയുന്ന പോലെ റെയിൽവേ പോലീസിന് മൊഴി കൊടുക്കേണ്ടി വന്നു. KUC പ്രവർത്തകരുടെ കയ്യിൽ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല, അവർ ആയുധവുമായിട്ട് ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചിട്ടില്ല, അവരുടെ കയ്യിൽ കരിങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം പോലീസിന് മുന്നിൽ പറയാൻ കേരള പോലീസ് നിർബന്ധിതരായി. അങ്ങനെ കേരള പോലീസും ആ പോലീസിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഈ നാടകം കളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്പീക്കർ AN ഷംസീറും എല്ലാം തന്നെ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.